തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കാൻ ആവശ്യപ്പെട്ടതായും കമ്മീഷണർ അറിയിച്ചു. ആവശ്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പ്രതികരിച്ചു. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഡിസംബറിൽ പുതിയ ഭരണസമിതിയെ അധികാരത്തിലെത്തുന്ന തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. തീയതി പിന്നീട് പ്രഖ്യാപിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ്. ഡിസംബർ 20 മുമ്പായി ഇലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. വോട്ടേഴ്സ് ലിസ്റ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു വട്ടം കൂടി പുതുക്കുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നതിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആശങ്കയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ അവസരത്തിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടേണ്ടവരാണ്. അത് തമ്മിലൊരു ക്ലാഷ് ഉണ്ടാകാത്ത തരത്തിൽ SIRൻ്റെ തീയതികൾ നിശ്ചയിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഇന്നലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് നൽകിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വോട്ടർ പട്ടിക പരിഷ്കരണം മാറ്റിവെച്ചേക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുകൂല തീരുമാനമെടുത്തായാണ് സൂചന. ഉചിതമായിട്ടുള്ള തീരുമാനം ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്നതായിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ സംവരണ വാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ഒക്ടോബർ 13 മുതൽ 21 വരെ നടക്കും. പട്ടികജാതി, പട്ടികവർഗ, വനിതാ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പാണ് നടക്കുക. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.